Meet the editors. പുലിപ്പള്ളി കേസിൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെ റാപ്പർ വേടനെ പിന്തുണച്ച് മന്ത്രി എ.കെ. ശശീന്ദ്രൻ രംഗത്തെത്തി. വനം വകുപ്പ് വേടന്റെ ഒപ്പമുണ്ടാവും. രാഷ്ട്രീയ ബോധമുള്ള മികച്ച കലാകാരനാണ് വേടനെന്നും തിരുത്തൽ വരുത്തി തിരികെ വരണമെന്നും മന്ത്രി പ്രസ്താവനയിലൂടെ പറഞ്ഞു. പുലിപ്പള്ളി കേസ് അവധാനപൂർവ്വം കൈകാര്യം ചെയ്യണമെന്ന് മുഖ്യമന്ത്രിയും ഓർമ്മിപ്പിച്ചു. ലഹരി കാര്യത്തിലുണ്ടാകുന്ന നടപടികൾ അത് പിന്നോക്കോ മുന്നോക്കോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നടപടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ തുടരുക തന്നെ ചെയ്യും. മറ്റേ പ്രശ്നം, മറ്റേ പുലിനഖം പോലുള്ള പ്രശ്നങ്ങൾ, അത് അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അത് സ്വാഭാവികമായിട്ടും അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുന്ന നിലയുണ്ടാവും. സർക്കാർ പുലിവാല് പിടിച്ചുവെന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഒടുവിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അവസാനത്തെ ചോദ്യമായിട്ടാണ് വന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിൽ. അവധാനപൂർവ്വം ഈ പുലിപ്പള്ളി കേസ് കൈകാര്യം ചെയ്യണം, എന്നാൽ കഞ്ചാവ് കേസ് നിയമത്തിൻ്റെതായ വഴിക്ക് പോകും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ടേക്ക്. ഈ വിഷയത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും വ്യത്യസ്ത പ്രതികരണങ്ങൾ വന്നു. ഇടത് സാംസ്കാരിക പ്രവർത്തകരടക്കം സച്ചിദാനന്ദൻ മാഷ്, സുനിൽ പി ഇളയിടം, അശോകൻ ചെരുവിൽ, ഇവരെല്ലാവരും വേടനോടൊപ്പം നിലയുറപ്പിക്കുന്നുണ്ട്. സാറ ജോസഫ് സാംസ്കാരികമായി വേടനെ വേട്ടയാടി നശിപ്പിക്കരുത് എന്നുള്ളതാണ് ഇവരുടെ പക്ഷം. സർക്കാർ പുലിവാല് പിടിച്ചോ ഈ വനംവകുപ്പിൻ്റെ നീക്കത്തിൽ? നോക്കൂ, ഈ വേടൻ്റെ വിഷയം ഒരു സമൂഹത്തിലെ ഒരു മനോഭാവത്തിൻ്റെ വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. സമൂഹത്തിൻ്റെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നം ഈ കാര്യത്തിലുണ്ട്. ആ മനോഭാവത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പറയുന്ന ഈ കേസെടുക്കലും അതേപോലെ തന്നെ തെളിവെടുക്കലും റിമാൻഡ് ചെയ്യലും ഒക്കെ. അപ്പോൾ ഈ മനോഭാവം എന്താണ്? അത് ജാതി വിവേചനത്തിൽ അധിഷ്ഠിതമായൊരു മനോഭാവമായി തന്നെ ഞാനിതിനെ കാണുന്നു. ആ രീതിയിലാണ് ഈ വിഷയം പരിശോധിക്കപ്പെടേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നോക്കൂ, നമ്മൾ ഈ പറയുന്നത് എന്താണ്? റാപ്പർ വേടൻ എന്നാണ് പറയുന്നത്, അല്ലേ? റാപ്പർ വേടൻ എന്നത് രണ്ട് വാക്കാണ്. അതിൽ ഒന്നാമത്തെ വാക്ക് റാപ്പർ എന്നുള്ളതാണ്. എന്താണ് ഈ റാപ്പർ എന്ന് പറയുന്നത്? റാപ്പ് സംഗീതം അവതരിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് റാപ്പർ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഈ റാപ്പ് സംഗീതം എന്ന് പറയുന്നത്? റാപ്പ് സംഗീതം എന്ന് പറയുന്നത് 1970-കളിൽ ലോകത്തുണ്ടായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ സംഗീതമാണ്. മ്യൂസിക് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അവർ തന്നെ, ആ സംഗീതത്തിൻ്റെ പ്രോദ്ഘാടകർ തന്നെ പറഞ്ഞിട്ടുള്ളത്. വടക്കൻ ആഫ്രിക്കയിലും പടിഞ്ഞാറൻ ആഫ്രിക്കയിലും നിന്നൊക്കെയാണ് അത് രൂപപ്പെട്ടത്. ആഫ്രിക്കയിൽ എന്തുകൊണ്ടാണ് അത് രൂപപ്പെടുന്നത്? അവിടെ അടിച്ചമർത്തലുകളും അടിമത്വവും ഒക്കെ ഉള്ളൊരു ഒരു ജനതയും ഒരു രാജ്യവുമാണ്. അവിടെ നിന്നാണ് ഈ റാപ്പ് സംഗീതം ഉണ്ടാകുന്നത്. ആ സംഗീതം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സംഗീതധാരയെ അങ്ങ് പുഷ്ടിപ്പെടുത്തി കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് രൂപപ്പെട്ടിട്ടുള്ളൊരു സംഗീതധാരയല്ല റാപ്പ് സംഗീതം എന്ന് പറയുന്നത്. മറിച്ച് ലോകത്തോട് തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനീതികളെയും തങ്ങളെ അടിച്ചമർത്തുന്ന ആളുകൾക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ശബ്ദവും അറിയിക്കുന്നതിനു വേണ്ടി രൂപപ്പെട്ടു വന്ന ഒരു സംഗീതധാരയാണ് നമ്മൾ റാപ്പ് സംഗീതം എന്ന് പറയുന്നത്. അതിൻ്റെ ബീറ്റ് തന്നെ നോക്കിയാൽ ഒരു മാർച്ചിങ് ബീറ്റല്ലേ, ഒരു ചടുലതയുടെ ബീറ്റല്ലേ. അപ്പോൾ ആ ബീറ്റിലൊരു സംഗീതം ഉണ്ടാകുന്നു, അത് പ്രതിഷേധത്തിൻ്റെ സംഗീതമാകുന്നു, അത് പ്രതിരോധത്തിൻ്റെ സംഗീതമാകുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? ലോകം ഈ സംഗീതത്തെ അങ്ങ് ഏറ്റെടുത്തു, സംഗീതത്തെ അങ്ങ് സ്വാംശീകരിച്ചു, എന്നിട്ട് അതിൻ്റെ രാഷ്ട്രീയം അങ്ങ് ചോർത്തി കളഞ്ഞു. ഇന്ത്യയിലുണ്ടായിട്ടുണ്ടെന്നേ, നല്ല മനോഹരമായിട്ടുള്ള റാപ്പ് സംഗീതമൊക്കെ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്, കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം പോയി. ആ രാഷ്ട്രീയത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് റാപ്പ് സംഗീതത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് വേടൻ എന്ന കലാകാരൻ്റെ മഹത്വമായിട്ട് ഞാൻ കാണുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് തിരഞ്ഞെടുത്തത്? അതാണ് രണ്ടാമത്തെ വാക്ക്. റാപ്പർ വേടനിലെ റാപ്പർ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ വേടൻ എന്നുള്ള വാക്കെടുക്കുമ്പോൾ ആ വേടനെ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഏത് വിഭാഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഏതൊക്കെയോ പേരുകൾ എടുക്കാമല്ലോ. ഇപ്പോൾ എന്തെല്ലാം പേരുകൾ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാമായിരുന്നു. ആ പേര് തിരഞ്ഞെടുത്തതിൽ പോലും ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ ആദിവാസി ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ടൊരു വിഭാഗമാണ്. അപ്പോൾ ആ വിഭാഗത്തിൽ നിന്നൊരു പേരാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് വേടൻ അദ്ദേഹത്തിൻ്റെ ഈ കവിതകളിൽ മുഴുവൻ പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിൻ്റെ സംഗീതം മാത്രമല്ലല്ലോ, നല്ല പോയറ്റാണ് അദ്ദേഹം, നല്ല കവിതകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ കവിതകളൊന്നും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആൽബം എന്ന് പറയുന്നത് എന്താണ്, മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടായിട്ടുള്ള വോയിസ് ഓഫ് വോയിസ്ലെസ്, അല്ലേ? ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ. ആ പറയുന്നതിനകത്ത് പറയുന്നുണ്ടല്ലോ, എല്ലാ മലയാളികൾക്കും ഇപ്പോൾ ഒരുപക്ഷെ കാണാപ്പാടമായിട്ടുള്ള വരികളാണല്ലേ. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. അതിനുശേഷം അദ്ദേഹം ഒരു അസഭ്യം ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്, ചില അഭിമുഖങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ടുള്ള സാമൂഹ്യ സാഹചര്യം എന്താണ്? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്, പട്ടികജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കോളനിയിലാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതുമൊക്കെ. എൻ്റെ മുമ്പിൽ നിരന്തരം വയലൻസ് കാണാം. ആ വയലൻസൊക്കെ രാവിലെ കണ്ടുകൊണ്ടും രാത്രി ഉണരുകയും രാത്രിയിൽ അത് കണ്ടുകൊണ്ട് കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു ബാല്യകാലവും പുറന്തള്ളപ്പെട്ടൊരു ജീവിതവുമാണ് എൻ്റേത്. ആ ജീവിതത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന കവിതകളൊക്കെ എഴുതിയിട്ടുള്ളത്. എന്തൊക്കെ മനോഹരമായിട്ടുള്ള വരികളാണ്. അതായത് ഈ കേരളത്തിൽ നമ്മളിപ്പോഴും
അദൃശ്യമായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരു മാധ്യമങ്ങളും ഇന്ത്യയിലായാലും കേരളത്തിലായാലും ലോകത്തായാലും കാണിക്കാത്ത കുറേ ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളിൽ പെട്ട ഒരുവനാണ് ഞാൻ, അതുകൊണ്ട് പുറന്തള്ളപ്പെട്ടവനാണ് ഞാൻ. പുറന്തള്ളപ്പെട്ടവനായിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വംശത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അല്ലേ, ഇപ്പം ഏതാണ് അടിമകൾക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ എന്ന് ചോദിക്കുന്ന ഒരാളാണ് അയാൾ. അയാളുടെ കവിത തന്നെയാണ് എഴുതുന്നത്, അയാളുടെ അനുഭവത്തെ തന്നെയാണ് പകർത്തുന്നത്. ഇനിയും മുതുകുകൂനിയും തലകുനിച്ചും ഇനിയും എത്ര നാൾ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ സമൂഹത്തെ പിടിച്ചുലച്ചു എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ വ്യൂവർഷിപ്പ് കിട്ടിയത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് എന്താണ്, ഈ പറയുന്ന നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി വയ്ക്കുമ്പം ഏതാണ്ട് 2000 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അവിടെ 10-12,000 ആളുകൾ വരികയാണ്. എന്നിട്ട് പോലീസിന് ഇടപെട്ടിട്ട് അത് നിർത്തേണ്ടി വന്നു. അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്ന ആരാണ്? പുതിയ തലമുറയാണ്. ആ പുതിയ തലമുറയിലേക്ക് ആ രാഷ്ട്രീയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമാണോ? അപ്പോൾ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിലൊരു ഫോറിൻ ടൂർ പോയി, ഓസ്ട്രേലിയയിലേക്കും അവിടെ മെൽബണിലും സിഡ്നിയിലും ഒക്കെ പരിപാടി അവതരിപ്പിക്കാനാണ് പോയത്. അപ്പോൾ പോകുമ്പോഴത്തേക്കും താനിങ്ങനെ നടന്നു പോകുമ്പോൾ തനിക്കെതിരെ വരുന്ന വൈറ്റ്സ് ഉണ്ടല്ലോ, ഈ പറയുന്ന വെള്ളക്കാർ, അവരകന്ന് നടന്നു പോവുകയാണ്. ചില ഷോപ്പുകളിലൊന്നും എനിക്ക് കയറാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഞാൻ കറുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കറുപ്പൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ. അത് ഈ പറയുന്ന നമ്മളൊക്കെ വളരെ ലളിതമായി രഹസ്യമായി ഒളിച്ചു വെച്ചിരിക്കുന്ന പക്ഷേ സാക്ഷാൽ യാഥാർത്ഥ്യമാണെന്നുള്ളത് ശാരദാ മുരളീധരൻ പറഞ്ഞില്ലേ. ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയ്ക്ക് കേരളത്തിൽ പെൻഷൻ പറ്റി പോകുമ്പോൾ പറയേണ്ടി വരുന്നത് എൻ്റെ നിറം കൊണ്ട് ഞാൻ അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ്. സണ്ണിയം കബിക്കാടിൻ്റെ ഒരു പ്രസംഗമുണ്ട് കേട്ടോ. ആ കബിക്കാടിൻ്റെ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു പിന്നോക്കക്കാരനാണ്, എൻ്റെ ജാതി പറയാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയി പോയാലുണ്ടല്ലോ, ആദ്യം എന്നെക്കാളും മുമ്പ് എത്തുക എൻ്റെ ജാതിയായിരിക്കും എന്നാണ്. ഇതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. എന്നെക്കാളും മുമ്പ് എൻ്റെ ജാതി ആ ഓഫീസിലെത്തി, ഇങ്ങനൊരുത്തം വരുന്നുണ്ട്, ആ ജാതി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാണ്. നമ്മൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജാതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊലിപ്പുറത്തെ നിറമൊരു പ്രശ്നമാണ്. അതിനെ വെല്ലുവിളിച്ചു എന്നുള്ളത് ചെറിയൊരു രാഷ്ട്രീയമാണോ? അത് ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഒരു പയ്യനെ നമുക്ക് വിളിക്കാവുന്ന ആളല്ലേ ഈ പറയുന്ന വേടൻ എന്ന് പറഞ്ഞ കലാകാരൻ. ആ വേടൻ്റെ ഓരോ കവിതകളും, ഈ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം ഉണ്ട്. 4 വർഷം മുമ്പ് ഇറങ്ങിയ ആൽബമാണ് കേട്ടോ. ആ ആൽബത്തിനകത്ത് കേരളത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇന്ത്യയുടെ കാര്യമല്ല പറയുന്നത്, ലോകത്തെ അടിച്ചമർത്തലുകളെ കുറിച്ചാണ് പറയുന്നത്. അത് കോങ്കോയിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, മെക്സിക്കോയിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, സിറിയയിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, പാലസ്തീനിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, ശ്രീലങ്കയിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 2.5 മിനിറ്റുള്ളൊരു ആൽബമാണ്. ആ ആൽബത്തിലൂടെ ലോകത്ത് തന്നെ എങ്ങനെയാണ് അടിച്ചമർത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു വിഷയം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിനകത്ത് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ജാതിയൊന്നും പോയിട്ടില്ലെന്നേ, നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കൂ, 1/2 കിലോമീറ്ററിനകത്ത് ജാതി മാട്രിമോണിയലുകളുടെ പരസ്യ ബോർഡുകൾ കാണാം എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കിയേ, നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ തന്നെ എല്ലാ ജാതികളും അവരുടെ മാട്രിമോണിയൽ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര സഞ്ചരിച്ചാലും നിങ്ങൾക്ക് ഒരു ജാതി വിഭാഗത്തിൻ്റെ മാട്രിമോണിയൽ നിന്ന് നിങ്ങളുടെ ദൃശ്യത്തെ, നിങ്ങളുടെ കണ്ണനെ മാറ്റാൻ പറ്റില്ല. ആ രീതിയിൽ തന്നെ വളരെ വ്യക്തതയോടുകൂടിയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ജാതി വളരെ ശക്തമാണ്. ആ ജാതി ശക്തമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ഒരാൾ സംഗീതത്തെയും തൻ്റെ കവിതയും ഉപയോഗിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളത് ചെറിയ പ്രതിരോധമല്ല. അങ്ങനെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരെ ആരും കൊച്ചായി കാണണ്ട. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? അത്തരം രാഷ്ട്രീയത്തോട് നമുക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. അതൊരു വരേണ്യ മനസ്സിൻ്റെ പ്രശ്നമാണ്. ആ വരേണ്യ മനസ്സാണ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന റാപ്പർ വേടൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. മോഹൻലാൽ എന്ത് സംഭവിച്ചു? മോഹൻലാൽ ആനക്കൊമ്പല്ലേ സൂക്ഷിച്ചിരുന്നു? അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസിൻ്റെ കാര്യത്തിനകത്ത് എങ്ങനെയാണ് ഈ സർക്കാരും ഭരണകൂടവും പെരുമാറിയത്? എങ്ങനെയാണ് അദ്ദേഹത്തോടുള്ള അപ്രോച്ച് എന്തായിരുന്നു ഈ സമൂഹത്തിൻ്റെത്? എങ്ങനെയാണ് മോഹൻലാൽ പ്രിവിലേജ്ഡ് ആകുന്നത്? വെളുത്തവനായതുകൊണ്ടാണോ? താരമായതുകൊണ്ടാണോ? ഉന്നത കുലജാതനായതുകൊണ്ടാണോ? ഉയർന്ന ജാതിക്കാരനായതുകൊണ്ടാണോ? സമൂഹം പരിശോധിക്കണ്ടേ? എന്ന് മാത്രമല്ലല്ലോ ഒരു കേന്ദ്രമന്ത്രി ഇവിടെ നെഞ്ചുവിരിച്ച് നിരന്തരം അമ്പല സന്ദർശനം നടത്തുമ്പോൾ പുലിനഖത്തിൻ്റെ മാല ഉണ്ടായിരുന്നല്ലോ. എന്താണ് നമ്മളാരും അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകാതിരുന്നത്? ജയറാം ഈ ചെണ്ട കൊട്ടുമല്ലോ, ചെണ്ട കൊട്ടുന്ന സമയത്ത് പുലിനഖത്തിൻ്റെ മാല ഇട്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അത് അന്വേഷിച്ച് പോകാത്ത ആളുകൾ? എന്തുകൊണ്ടാണെന്നറിയാവോ? അതാണ് നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വേടൻ്റെ കേസിനകത്ത് സമൂഹം ഒരു മനോഭാവം വെച്ച് പുലർത്തുന്നുണ്ട്. ആ മനോഭാവം എന്ന് പറയുന്നത് അപകടകരമായ മനോഭാവമാണ്. അത് പിന്നാക്കക്കാർക്കെതിരായിട്ടുള്ള, അധസ്ഥിതർക്കെതിരായിട്ടുള്ള, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, അന്യവൽക്കരിക്കപ്പെട്ടുള്ള മനുഷ്യർക്കെതിരായിട്ടുള്ള ഒരു മനോഭാവമാണെന്നേ. ആ മനോഭാവം ഉദ്യോഗസ്ഥ തലത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ നേരുദാഹരണമാണ്. വളരെ പെട്ടെന്നാണ് ഈ പുലിനഖ ഒരു പ്രശ്നമാകുന്നത്. ഉടനെ തന്നെ വനം വകുപ്പ് അങ്ങോട്ട് ഇടപെടുകയാണ്. വനം വകുപ്പ് ഇടപെട്ടിട്ട് ഞാൻ പറയുന്നത് അക്കാര്യത്തിനകത്തൊരു നിയമലംഘനം ഉണ്ടെങ്കിൽ, നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കഞ്ചാവിൻ്റെ കാര്യത്തിനകത്ത്, ലഹരിയുടെ കാര്യത്തിനകത്ത് പിന്നോക്കം മുന്നോക്കമൊന്നുമില്ല, ശരിയാണ് ആ നിലപാട്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിനകത്ത് പലർക്കും പല നീതിയായി പോകുമ്പോൾ ഒരു സമൂഹത്തിൽ സംശയങ്ങൾ ഉയർന്നു വരും. ആ സംശയം വേടൻ്റെ കാര്യത്തിൽ എനിക്കുമുണ്ടെന്നേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇത് സമൂഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. ആ മനോഭാവം എന്ന് പറയുന്നത് വരേണ്യവർഗ മനോഭാവമാണ്, സവർണ മനോഭാവമാണ്. ആ സവർണ മനോഭാവത്തിൻ്റെ ഒരു രക്തസാക്ഷിയെന്നോ അല്ലെങ്കിൽ ഒരു ഇരയെന്നോ നമുക്ക് വേടനെ വിളിക്കാം. ഞാൻ വേടൻ പറയുന്ന രാഷ്ട്രീയം കേരളത്തിൻ്റെ രാഷ്ട്രീയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാകട്ടോ. പിന്നാക്കക്കാരായിട്ടുള്ള, അധസ്ഥിതരായിട്ടുള്ള, അന്യവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ഈ സമൂഹത്തെ പുരോഗമനപരമായി ഉടച്ചു
പാർക്കാൻ കഴിയുമെന്ന ബോധ്യത്തിൽ നിന്ന് പലതരത്തിലുള്ള കലാരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പലതരത്തിലുള്ള കലാരൂപങ്ങളിൽ ഏറ്റവും പ്രസക്തമായൊരു കലാരൂപത്തിൻ്റെ വക്താവായിട്ടാണ് ഞാൻ വേടൻ എന്ന് പറയുന്ന ആളെ കാണുന്നത്. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ യുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനത്തിലൂടെ. ആ കലാപ്രവർത്തനത്തെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കേരളത്തിൽ ഒരു വോയിസ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത്തരം വോയിസുകളെ വരേണ്യ മനസ്സോടുകൂടി, സവർണ മനസ്സോടുകൂടി സമീപിക്കുന്ന മനോഭാവം എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലതല്ല. അത്തരം ഒരു മനോഭാവം വേടൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ആ മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണ് ഈ സർക്കാരിൻ്റെ ഈ നീക്കത്തിലൂടെ. സർക്കാരിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആ വനം വകുപ്പ് എന്ന് പറയുന്നത് അപകടകരമായ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചെറുതാണോന്നേ. നമ്മൾ എത്ര ചർച്ച ചെയ്തിരിക്കുന്നു. ഈ വയനാട്ടിലും ഇടുക്കിയിലും അങ്ങനെ ഏതെല്ലാം വനപ്രദേശങ്ങളിൽ എത്ര പാവപ്പെട്ട മനുഷ്യരാണെന്നേ ഈ പറയുന്ന കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്, കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്, പുലിയുടെയും പന്നിയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്, എത്ര മനുഷ്യർ രക്തസാക്ഷികളായി. അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല, അവിടെ ഒന്നും നിലപാടെടുക്കാൻ സമയമായിട്ടില്ല, അവിടെ ഒന്നും വേണ്ട കരുതലെടുക്കാൻ സമയമായിട്ടില്ല. ഞാനിതാ പ്രശ്നം എന്താ അറിയാമോ? ആദിവാസികളാണ് കൊല്ലപ്പെടുന്നത്, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അവരുടെ രക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരുമില്ല. അപ്പം ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഇപ്പോൾ പുലിപ്പല്ലിൻ്റെ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഒരു അവധാനത കാണിക്കേണ്ടിയിരുന്നു ഈ കാര്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ടോ? കറക്റ്റ് തീരുമാനമാണെന്നേ. കാരണം മനുഷ്യർ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വെറും ഒരു മനുഷ്യനായിട്ടല്ല. അയാളൊരു പേരാണ്, അയാളൊരു ജാതിയാണ്, അയാളൊരു വർഗ്ഗമാണ്, അയാളൊരു വംശമാണ്, അയാൾക്ക് അയാളുടേതായിട്ടുള്ള രാഷ്ട്രീയവുമുണ്ട്. അങ്ങനെയാണ് വ്യക്തികൾ ഉണ്ടാകുന്നത്. ആ വ്യക്തികൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ കൂടെ ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ. അതുകൊണ്ട് പുരോഗമനപരമായ ഒരു സമൂഹത്തിന് ചേർന്ന നീക്കങ്ങളല്ല വേടൻ്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് എന്ന നിലപാടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ വേടനൊപ്പമാണ്, വേടൻ്റെ രാഷ്ട്രീയത്തിനൊപ്പമാണ്. ഓക്കെ സ്മൃതി, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അവധാനതയോടുകൂടി വേണം ഈ പുലി പല്ലുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യാൻ എന്നാണ്. ഞാൻ സ്മൃതി തുടരുന്നു. സർക്കാർ പുലിവാല് പിടിച്ചോ പുലിപ്പല്ല് കേസിൽ എന്നതാണ് ചോദ്യം. സ്മൃതി, സർക്കാർ പുലിവാല് പിടിച്ചു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയം എന്ന് പറയുമ്പോൾ അവധാനതയോടെ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന് വീഴ്ച പറ്റി എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് വേടനെ ലക്ഷ്യമിട്ടു എന്നുള്ളതിൽ ഇന്നിപ്പോൾ ജാമ്യത്തെ അടക്കം വനം വകുപ്പ് എതിർക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ മറുപടി പറയേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല മുഖ്യമന്ത്രി അതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞത് ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടൊരു മുന്നാക്കവും പിന്നാക്കവും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത നോക്കുമ്പോൾ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ സ്വാധീന ശക്തിയുള്ളവർക്ക് എങ്ങനെ കേസിൽ നിന്ന് ഒഴിവാകാം എന്നുള്ളതും കൂടി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് പ്രതിഭ MLA മകനെ കേസിൽ നിന്ന് ഒഴിവാക്കി, 3 മുതൽ 9 വരെ പ്രതികളെ ഒഴിവാക്കി. അതിൽ എക്സൈസ് ഇപ്പോൾ പറയുന്ന ഉച്ഛ്വാസത്തിൽ കഞ്ചാവിൻ്റെ ഗന്ധം മാത്രം, മറ്റൊരു തെളിവും ലഭിച്ചില്ല എന്നുള്ളതാണ്. മറ്റൊരു തെളിവിനുള്ള പരിശോധന നടത്തിയിട്ടില്ല, വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല അന്നത്തെ ദിവസം ഈ വാർത്ത വരുന്ന ഘട്ടത്തിൽ അന്ന് ഉത്തരവാദപ്പെട്ട മന്ത്രി സജി ചെറിയാൻ പൊതുപ്രസംഗത്തിൽ, അതിപ്പോൾ സ്വകാര്യമായി പറയുന്ന പോലെയല്ല, പൊതുപ്രസംഗത്തിൽ പറഞ്ഞത് പിള്ളേരായ വലിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യും എന്നുള്ള രൂപത്തിൽ പ്രസംഗിച്ചു. അപ്പോൾ അതൊക്കെ എത്രത്തോളം ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഒരു അരുമയെ ഉപദേശിക്കുന്ന രൂപത്തിലൊക്കെ അതൊക്കെ നടക്കുന്നതാണെന്ന രൂപത്തിൽ പറയുക. ഇപ്പോൾ വേടൻ്റെ കേസിൽ അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തു, അത് ജാമ്യം കിട്ടി. ശരി, ഇനി പുലിനഖവുമായി ബന്ധപ്പെട്ട കേസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ വനം വകുപ്പ് പെരുമാറിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ വേടൻ്റെ അറസ്റ്റിന് ശേഷം അത് ജാമ്യമില്ലാ കുറ്റം, 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം എന്നൊക്കെ രൂപത്തിലൊക്കെ വരുമ്പോൾ അതിനോട് എങ്ങനെയാണ് വനം വകുപ്പ് മന്ത്രി പ്രതികരിച്ചത്? അത് കോടതിയിൽ തെളിയിക്കട്ടെ. അതായത് ഈ പുലിയെ വേട്ടയാടി പിടിച്ച് പല്ല് പറിച്ചിട്ടല്ല വേടൻ ഈ മാലയുണ്ടാക്കിയത് എന്ന് വേടൻ കോടതിയിൽ തെളിയിക്കട്ടെ എന്നാണ് ഉത്തരവാദപ്പെട്ട വനം വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇതേ വനം മന്ത്രി ഇപ്പോൾ ഈ പുലിനഖമൊക്കെ ഇട്ട് നടക്കുന്ന ആഢ്യന്മാരായ ഇവിടുത്തെ ചില കേന്ദ്ര സഹമന്ത്രിമാരും അതല്ലാതെ സിനിമാ താരങ്ങളുമൊക്കെ ആയ ആളുകളുടെ കാര്യത്തിൽ ഇതേ പ്രതികരണം നടത്തുമോ? ഇതേ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പരാതി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്നും ഒരു യുവാവിൻ്റെ പരാതി പോയിട്ടുണ്ട്. ആ പരാതിയിൽ എന്താണ് തീരുമാനമെന്ന് ചോദിക്കുമ്പോൾ വനം വകുപ്പ് പറയുന്നത് പരിശോധിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വേഗവും ഇതിൻ്റെ വേഗവും നമുക്ക് കൃത്യമായി അറിയാം, ആ വേഗം എത്രത്തോളം വ്യത്യാസപ്പെടുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു അഭിമുഖം ഞാൻ ഇന്ന് കണ്ടു വേടൻ്റെ അഭിമുഖത്തിൽ വേടൻ പറയുന്നത് പാവപ്പെട്ടവന് കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ എന്താണ് പാവപ്പെട്ടവൻ? വേടനെ സംബന്ധിച്ച് എന്താണ് പാവപ്പെട്ടവൻ എന്ന് ചോദിക്കുമ്പോൾ ജാതിയിൽ താഴ്ത്തപ്പെട്ടവനാണ് പാവപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ കേരളത്തിലെ സാഹചര്യമാണ് പറയുന്നത്, രാജ്യത്തെയും ലോകത്തെയും അല്ല പറയുന്നത്. കേരളത്തിലെ സാഹചര്യം, സ്വന്തം അനുഭവത്തിലെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ സിനിമയിൽ ഒരു ദളിതൻ്റെ ജീവിതം സിനിമയായി വരുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും വരില്ല. വന്നാൽ തന്നെ ഞങ്ങൾക്ക് തന്നെ സഹിക്കില്ല, പിന്നെ ആരെങ്കിലും കണ്ടിരിക്കും. അതായത് അത്രയും ബുദ്ധിമുട്ട് നടന്ന ജീവിതം സ്വയം കാണാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളവർ കാണുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദളിതൻ്റെ ജീവിതം ദളിതന് സിനിമയില്ല.
ദളിതിന് സിനിമയില്ല, ദളിതിന് പാട്ടുണ്ട് എന്ന് പറയുന്നു. ആ പാട്ട് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ പാട്ടൊരു ആയുധമാക്കുകയും പാട്ടിലൂടെ പറയാനുള്ള കാര്യങ്ങളും പാട്ടിലൂടെ തൻ്റെ രാഷ്ട്രീയം പറയുകയാണ്. അത് ഇടത് വലത് രാഷ്ട്രീയമല്ല, അംബേദ്കറായിട്ടാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. അത് കൃത്യമായി പറയുന്നു. ഞങ്ങൾ നേരിടുന്ന അവഗണന അല്ലെങ്കിൽ ഞങ്ങളോട് കാണിക്കുന്ന ഇരട്ട സമീപനം അത് ഓരോ അനുഭവമായിട്ട് അദ്ദേഹത്തിനുണ്ട്. ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന ജീവിതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉപദേശിക്കാറുണ്ടോ, വഴക്ക് പറയാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമുള്ളൊരു സാഹചര്യമില്ല. രാവിലെ എണീച്ച് അച്ഛനും അമ്മയും ജോലിക്ക് പോകും. പിന്നെ ജീവിതം സ്വയം ജീവിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശത്തിലല്ല, പിഴവുകൾ വരുത്തി തിരുത്തിയൊക്കെ മുന്നോട്ട് പോകുന്ന ജീവിതമാണ്. അതിൽ ഉപദേശിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല. കാരണം വീടിനെ നോക്കുന്നത് തന്നെ ചെറുപ്രായത്തിൽ തന്നെ വേടനാണ്. വേടൻ എന്ന് പറയുന്ന ഒരാളല്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, ജോലിക്ക് പോകുന്ന മറ്റു കുട്ടികളെ കണ്ട കാര്യമൊക്കെ വേടൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ദളിതൻ്റെ ജീവിത സാഹചര്യമെന്ന് കൃത്യമായി വേടൻ പറഞ്ഞു വയ്ക്കുകയാണ്. അത് വേടൻ്റെ പാട്ടുകളിലുണ്ട്. അതിലൊരു പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. അതിന് കിട്ടുന്ന വലിയ പിന്തുണ അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ചേട്ടനായി നിന്ന് കുറേ യുവാക്കളോട് സമ്മതിക്കുന്ന രീതിയാണ് ആ പാട്ടിൻ്റെ ഇടയ്ക്കുള്ള പ്രതികരണത്തിനുമൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് പുറത്തു വന്ന ശേഷം ചേട്ടനോട് ക്ഷമിക്കണമെന്നും നല്ലൊരു മനുഷ്യനാകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നും പറയുന്നത്. നേരത്തെയുള്ള അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ല ജീവിതമൊന്നുമല്ല, ഞാൻ നല്ല ആളൊന്നുമല്ല, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിഴവുകളിൽ നിന്ന് പഠിച്ച് മുന്നേറുന്ന പിഴവുകളാണോ എന്ന് പോലും അറിയില്ല. പിഴവുകൾ തിരുത്താൻ ഉപദേശിക്കാൻ ഒരാളില്ല. അപ്പോൾ അങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിൽ വരുന്നവർ ഈ തരത്തിൽ വലിയൊരു കലാകാരനായി വളരുമ്പോൾ അവരുടെ ഒരു ജീവിത സാഹചര്യം കൂടി വിലയിരുത്തി വേണം ഒരു നിലപാടിലേക്ക് പോകാൻ. പക്ഷേ ഇതിൽ സർക്കാരിൻ്റെ നിലപാടെന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ മാത്രം നിലപാട്, ഞാൻ വനം വകുപ്പ് മന്ത്രിയുടെ മാത്രം നിലപാടായിട്ടില്ല, പൊതുവേ പൊതുസമൂഹം എങ്ങനെയാണ് ഒരു വിഭാഗത്തെ കാണുന്നത്, അവരോടുള്ള സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ഇപ്പോൾ വേടൻ പുറത്തിറങ്ങിയിരിക്കുന്നു. വേടന് ജാമ്യം നൽകാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു. ജാമ്യം നൽകണ്ട എന്ന് വനം വകുപ്പ് പറഞ്ഞിട്ടും ജാമ്യം നൽകാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഇനി പുറത്തിറങ്ങിയിരിക്കുന്ന വേടൻ ഒരു പുതിയ വേടനാണ്. അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പിഴവുകളിൽ നിന്നുമുള്ള പാട്ടുകൾ കൂടി വരാം. അദ്ദേഹം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ശക്തമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പുലിപ്പള്ളി കേസിൽ പുലിവാലി പിടിച്ചു സർക്കാർ എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക്. 2 കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്. ഒന്ന്, നിയമം സാങ്കേതികമായി ജയിക്കുകയും നീതി നിഷേധിക്കപ്പെടുകയും ചെയ്തു എന്ന് പൊതുജനങ്ങൾക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കേസാണ് വേടൻ്റെ കേസെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. നമ്പർ 2, നമ്മുടെ സാംസ്കാരിക ബോധത്തിൽ ആഴത്തിൽ വേരൂടിയ സവർണതയുടെ പ്രതിഫലനമാണ് വേടനുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ തെളിയുന്നത് എന്നതുമാണ് എൻ്റെ പക്ഷം. ഞാൻ രണ്ടും എന്താണെന്ന് വളരെ പെട്ടെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ആദ്യം, സാങ്കേതികമായി നിയമം ജയിച്ചു, ശരിയാണ്. NDPS ആക്ട് പ്രകാരം 1 ഗ്രാമിൽ താഴെ മാത്രം അല്ലെങ്കിൽ 1 കിലോഗ്രാമിൽ താഴെ മാത്രം കഞ്ചാവ് കൈവശം വെച്ചാൽ ലഭിക്കേണ്ട ഒരു കുറ്റമാണ് ഇപ്പോൾ വെറും 6 ഗ്രാം 9 പേർ ചേർന്ന് ഒരു മുറിയിൽ നിന്ന് കണ്ടെടുത്ത സാഹചര്യത്തിൽ ചുമത്തിയിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോയി. മറ്റൊന്ന്, പുലിപ്പല്ലാണ് എന്ന് ഇപ്പോഴും വനം വകുപ്പ് സംശയിക്കുന്ന, അങ്ങനെ തന്നെ പറയേണ്ടി വരും, കാരണം ശാസ്ത്രീയ പരിശോധന ഇനിയും നടത്തിയിട്ടില്ല പൂർണ്ണമായും. ഒരു കേസിൽ ഒരു വന്യജീവിയുടെ ശരീരഭാഗം അയാളുടെ മാലയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അയാൾ ഒരു കുറ്റവാളിയാണെന്ന് സമർത്ഥിക്കുകയാണ് വനം വകുപ്പ്. നിയമം സാങ്കേതികമായി കോടതിയിൽ പറയുമ്പോൾ ശരിയാണ്, തനിക്ക് നിയമം അറിയില്ല, ഇതൊരു കുറ്റകൃത്യമാണോ എന്ന് തനിക്കറിയില്ല എന്ന വാദങ്ങളൊന്നും കോടതിയിൽ നിലനിൽക്കില്ല. പക്ഷേ നീതി അവിടെ നിഷേധിക്കപ്പെട്ടു എന്നത് പകൽ പോലെ സ്പഷ്ടമാണ്. ഈ വേടൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറയുകയാണെങ്കിൽ, കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും എന്നാണ്. നോക്കൂ, കാട് കട്ടവർ ചുറ്റും നിൽക്കുമ്പോൾ ചോറ് കട്ടവനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു കേസായി ഇത് മാറുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. 2011 നവംബർ മാസത്തിലാണ് എറണാകുളത്ത് തേവരയിൽ മോഹൻലാലിൻ്റെ വീട്ടിൽ 4 ആനക്കൊമ്പുകൾ കണ്ടെത്തുന്നത് വനം വകുപ്പല്ല, ആദായ നികുതി വകുപ്പാണ്. ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ ഈ 4 കൊമ്പുകൾ പിന്നീട് വനം വകുപ്പിനെ അറിയിക്കുകയും വനം വകുപ്പ് വന്ന് പരിശോധിക്കുമ്പോൾ അതിൽ പല കൊമ്പിനും വേണ്ടത്ര തെളിവുകളോ രേഖയോ ഇല്ല എന്നും മനസ്സിലാക്കുന്നു. ഇന്ന് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയതുപോലെ മോഹൻലാലിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് വനം വകുപ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്ത് ഇതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ സമയം കൊടുക്കാതെ, ഇപ്പോൾ എങ്ങനെയാണോ വേടന് സമയം കൊടുക്കാത്തത് അതുപോലെ കോടതിയിൽ ഹാജരാക്കാതിരുന്നത്? ചോദ്യം നമ്പർ 1. ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് വാദിച്ചത്? ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് മോഹൻലാലിന് ലഭിച്ചത്? എവിടെ നിന്നൊക്കെയാണ് പിന്തുണ കിട്ടിയത്? ഒടുവിൽ സർക്കാർ കോടതിയിൽ എന്താ സമർപ്പിച്ച ഹർജി? കോടതിയിൽ സർക്കാർ കൊടുത്ത അപേക്ഷ ഈ കേസിൽ നാട്ടാനയുടേതാണെന്ന് തെളിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിപ്പട്ടികയിൽ നിന്ന് ഈ കേസ് ഒഴിവാക്കി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ കൊടുത്ത അപേക്ഷയാണ് കോടതി റദ്ദാക്കിയത്. വലിയ തിരിച്ചടിയായിരുന്നു ആ സമയത്ത്. മോഹൻലാൽ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞു. പിന്നീട് അതിനൊരു സ്റ്റേ വന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ വിഷയത്തിൽ വനം വകുപ്പ് എടുത്ത നടപടിയും വേടൻ്റെ കാര്യത്തിൽ ഒരു പുലിപ്പല്ല് കണ്ടെത്തിയപ്പോൾ എടുത്ത നടപടിയും രണ്ടും രണ്ടാണ്. കാട് കട്ടവന്മാരുള്ള നാട്ടിൽ
ഈ ചോറ് കട്ടവൻ മരിക്കും എന്ന് വേടൻ തന്നെ പറയുന്നതിന് ഒരു ഉദാഹരണമാണ് അട്ടപ്പാടി മധു. ഇനി രണ്ടാമത്തത് അട്ടപ്പാടി മധുവിൻ്റെ കാര്യത്തിൽ, അട്ടപ്പാടി മധുവിനെ തല്ലിക്കൊന്നവരുടെ കാര്യത്തിൽ എത്ര പേരെ ശിക്ഷിച്ചു, എത്ര പേരെ വെറുതെ വിട്ടു? എങ്ങനെയാണ് കൺമുന്നിൽ ഒരു കുറ്റകൃത്യം നടന്നിട്ടും അത് തെളിയിക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോയത്? എവിടെയാണ് വീഴ്ച പറ്റിയത്? ഏതു ബോധമാണത്? ഒരു സാധാരണ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ ഒരു ബാസ്ക്കറ്റ് കണ്ടാൽ അത് മോഷ്ടിക്കപ്പെട്ട സാധനമാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ തീർപ്പിലെത്തുക? അതാണ് നമ്മളിലുള്ളിൽ ആഴ്ന്നു ചേർന്നിരിക്കുന്ന സവർണബോധത്തിൻ്റെ കാര്യം. ഇനി ഞാൻ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറയാൻ രണ്ടാമത്തൊരു കാര്യമുണ്ട്. ഇത് മോഹൻലാലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ കനിവെന്ന് പറയുന്ന പ്രതിഭ MLA മകൻ, ആ മകൻ ഉൾപ്പെട്ട ഒരു ഗ്യാങ് 9 പേരെ കഴിഞ്ഞ ഡിസംബർ മാസം 28-ാം തീയതി ഒരു തകഴിയിൽ ഉള്ള ഒരു കായംകുളത്തുള്ള ഒരു കൾവേട്ടിനടിയിൽ, ഒരു കലിങ്ങിനടിയിൽ വെച്ച് പിടികൂടുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് 3 ഗ്രാം കഞ്ചാവ് പിടികൂടുന്നു. എന്താണ് ഒടുവിൽ അന്ന് 9ാമത്തെ പ്രതിയായ കനിവ് ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ? വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നുവെന്നാണ്. എന്താ വീഴ്ച? ഇവരെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. ഇവരുടെ രക്തമോ ഇവരുടെ യൂറിനോ ഇവരുടെ ശരീരഭാഗങ്ങളോ ശേഖരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു പരിശോധന, ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല എന്നാണ്. പ്രതിഭയുടെ മകൻ കനിവിനെ സംബന്ധിച്ചിടത്തോളം അയാളെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ന്യായം എന്താണെന്നറിയാമോ? ആ 9 പേരിൽ 2 പേരുടെ ഉച്ഛ്വാസവായുവിൽ കഞ്ചാവിൻ്റെ ഗന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 9 പേർ തന്നെയാണ് സാർ ഇവിടെ വേടൻ്റെ കാര്യത്തിലും ഒരു ഫ്ലാറ്റിൽ നിന്ന് പിടികൂടപ്പെട്ടത്. ഇവരിൽ എത്ര പേരുടെ വായുവിൽ, ഉച്ഛ്വാസവായുവിൽ ഈ കഞ്ചാവിൻ്റെ ഗന്ധമുണ്ടായിരുന്നുവെന്ന് എക്സൈസ് വകുപ്പ് പറഞ്ഞതായിട്ട് നമുക്കറിയാമോ? ഇവിടെയും ശാസ്ത്രീയ പരിശോധന നടന്നു. ഒരു ഭാഗത്ത് നിങ്ങളുടെ അമ്മ MLA ആണെങ്കിൽ, നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉച്ഛ്വാസവായുവിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, തെളിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ പ്രതിപ്പട്ടികയിൽ നിന്ന് നിങ്ങൾ മാറ്റപ്പെടും. ഇനിയുമുണ്ട് സാർ ഒരു കേസ്. ആ കേസാണ് നമ്മൾ പറഞ്ഞത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ലോക്കറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നത് പുലിപ്പല്ലാണോന്ന് നമുക്ക് നിശ്ചയമില്ല. പക്ഷേ ഈ കേസിൽ വനംവകുപ്പിനൊരു സംശയം തോന്നാത്ത എന്തുകൊണ്ടാണ്? ഈ കേസിൽ വനംവകുപ്പല്ലല്ലോ ആദ്യം ഈ പുലിപ്പല്ല് കണ്ടെത്തുന്നത്. പുലിപ്പല്ല് കണ്ടെത്തുന്നത് എക്സൈസ് വകുപ്പല്ലേ? എക്സൈസ് വകുപ്പ് കണ്ടെത്തി വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നില്ലേ? വനംവകുപ്പ് വന്ന് ഈ തൊണ്ടി മുതൽ കണ്ടെടുത്തി അതിന് ശാസ്ത്രീയ പരിശോധന നടത്തി നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കേണ്ടതിനു പകരം ഈ കേസിൽ പരസ്യമായി നമ്മുടെ മുന്നിൽ എത്ര സെലിബ്രിറ്റീസാണ് ഈ പുലിപ്പല്ലുമായി, പുലി നഖങ്ങളുമായി, സ്വർണ്ണവും വെള്ളിയും കിട്ടിയ ലോക്കറ്റുകളുമായി കറങ്ങി നടക്കുന്നത്? മുകേഷ് നായർ എന്ന് പറയുന്ന ഒരു വ്ളോഗറെ കുറിച്ച് ഞാൻ വായിക്കുകയായിരുന്നു. അയാളിപ്പോൾ പോക്സോ കേസിൽ അയാളെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അയാളെ ഇതേപോലെ പുലിനഖത്തിൻ്റെ പേരിൽ അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരിൽ ഒരു നോട്ടീസ്, ഒരു ചോദ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ധരിച്ചിരിക്കുന്നത് സ്വർണ്ണ ലോക്കറ്റിൽ കിട്ടിയിരിക്കുന്നത് യഥാർത്ഥ പുലിപ്പല്ലോ പുലിനഖമോ ആണോ എന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? സംശയമില്ലല്ലോ, ആർക്കും സംശയമില്ലല്ലോ. അതായത് നിങ്ങളുടെ മുന്നിൽ വേഷ്ടിയിട്ട് ഇതേപോലെ സ്വർണം കിട്ടിയ ഒരു പുലിപ്പല്ലോ പുലിനഖവുമായി ഒരാൾ ആഠ്യത്വത്തോടു കൂടി നടന്നാൽ, അയാൾ ഉന്നത കുലജാതനാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അയാൾക്ക് ഒരു കുറ്റകൃത്യം ചെയ്യില്ല എന്ന് നമ്മൾ സ്വയം ധരിക്കുന്നതിൻ്റെ പേരാണ് വർണ്ണബോധം എന്ന് പറയുന്നത്. അതാണ് നമ്മളിലുള്ള സവർണബോധം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായി നിയമം വിജയിക്കുകയും നീതി നിഷേധിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ്. ഞാനൊന്നും വിചാരിക്കുകയാണ്, ഈ വേടൻ്റെ അമ്മ ഒരു MLA ആയിരുന്നെങ്കിൽ ആ MLAക്ക് ഇതേപോലെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കലഹിക്കാനും തൻ്റെ മകനെതിരെ കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ ശക്തമായി പൊതുവേദിയിൽ പ്രതിഷേധിക്കാനും അതിനെ പിന്തുണച്ചുകൊണ്ടൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രി സംസാരിക്കാനും ഉണ്ടായിരുന്നെങ്കിൽ വേടൻ ഇന്ന് പ്രതിപ്പട്ടികയിൽ നിന്ന് പുറത്താകുമായിരുന്നു. ഈ വേടൻ ഒരു ഉന്നത കുലജാതനാണെന്ന് സ്വയം അഭിരമിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ആയിരുന്നുവെങ്കിൽ അയാൾ ധരിച്ചിരുന്ന ഈ പുലിപ്പല്ല് എന്നുള്ളത് ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായ തൊണ്ടി മുതലാകില്ലായിരുന്നു. ആരും വേടൻ കുറ്റം ചെയ്യില്ലായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. ഈ വേടൻ ഒരു സിനിമയിൽ അഭിനയിച്ചൊരു നായകനായി മാറുകയും നായകനായി മാറിയ ഈ വേടനെ പിന്തുണയ്ക്കാൻ വേണ്ടി പൊതുസമൂഹത്തിൽ മന്ത്രിമാരായും സഹനടന്മാരുമായും വേഷം കെട്ടിയാടുന്ന നിരവധി മനുഷ്യർ സഹായിക്കാൻ വേണ്ടത്ര തെളിവുകൾ മാറ്റിക്കൊടുക്കാൻ പിന്നിൽ അണിയറയിൽ ഉണ്ടായിരുന്നെങ്കിൽ വേടൻ ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്തതായി ആർക്കും സംശയമുണ്ടാവില്ല. വേടനെതിരായ കേസ് ഈ സർക്കാർ തന്നെ പിൻവലിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. സാങ്കേതികമായി നിയമം വിജയിക്കുകയും നീതി നിഷേധിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ഒരു കാര്യം കൂടിയുണ്ട്, വേടന്റെ അമ്മ ശ്രീലങ്കൻ തമിഴാണ്, തമിഴ് ഈളം. നോക്കൂ, പുലികളിലേക്ക് പോകാൻ വംശീയതയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കേസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ എക്സൈസ് ആദ്യം എടുക്കുന്ന കേസ് കഞ്ചാവ് കൈവശം വെച്ചു എന്ന കേസ്. 6 ഗ്രാം കഞ്ചാവ്, 9 പേർ, മൊത്തം വീതിച്ചെടുത്താൽ 1 ഗ്രാമിൽ താഴെ, അതും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കുറ്റം. അത് കഴിഞ്ഞപ്പോഴും ജാമ്യം കിട്ടുമല്ലോ, ജാമ്യം കിട്ടാതെ കൊടുക്കണമല്ലോ. നോക്കിയപ്പോൾ ആ ഫ്ളാറ്റിന്റെ മൂലയ്ക്ക് ഒരു മഴുവിരിക്കുന്നു. ആ മഴുവിരിപ്പുണ്ടെങ്കിൽ അത് ആംസ് ആക്ട് പ്രകാരം അത്
ജാമ്യം കൊടുക്കാത്ത കുറ്റമാക്കി എടുത്തൂടെ എന്ന് പോലീസിന് സംശയമുണ്ടാവുന്നു. ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ മുഖ്യധാരയിലുള്ള മനുഷ്യരുടെ വീടുകളിലേക്ക് പോയി അവിടെ വാക്കത്തിരിപ്പോണ്ടൊന്നും പിച്ചാത്തിരിപ്പോണ്ടൊന്നും നോക്കിയില്ലല്ലോ. വേടന്റെ കാര്യത്തിൽ മാത്രം ആംസ് ആക്ട് പ്രയോഗിക്കാനുള്ള തിടുക്കം എന്താണ് കാണിച്ചത്? ഒടുവിൽ അത് ആമസോണിൽ നിന്ന് വരുത്തിയതാണെന്നും അതൊരു ഷോ പീസാണെന്നും ബോധ്യമായി പരിഹാസ്യമാകുമെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് ആംസ് ആക്ട് ഒഴിവാക്കാൻ തീരുമാനിക്കുന്നത്. പിന്നീടാണ് പിടിക്കുന്നത്. എന്നാൽ പിന്നെ ജാമ്യം കൊടുക്കാതെ ഒരു ദിവസമെങ്കിലും അകത്തിടാനുള്ള ഒരു സ്കോപ്പ് അതിനകത്തുണ്ട്. എന്താണ്? മാലയിൽ കോർത്തിരിക്കുന്ന പുലിനഖം അല്ലെങ്കിൽ പുലിപ്പല്ല് എന്നുള്ളത്. അവിടെയാണ് പിന്നീട് കേസ് പിടിക്കുന്നത്. ഇതാണ് സാങ്കേതികമായി നിയമം ജയിക്കുകയും എന്നാൽ നീതി തോറ്റുപോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിന് എതിരായി നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ ഭാഗം, എങ്ങനെയാണ് ആഴത്തിൽ വേരൂടിയ നമ്മുടെ സവർണബോധം ഇതിൽ പ്രതിഫലനമായി വരുന്നത്? വേടന്റെ തന്നെ വാക്കുകളുണ്ടല്ലോ, മുതുകുകൂനി തലകൾ താണും ഇനിയും എത്ര നാൾ എന്നാണ് ചോദിക്കുന്നത്. വിളിച്ചു കേണ സ്വാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല എന്നാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതേ ഘട്ടുകളിൽ ജോർജ് ഫ്ലോയിഡിന് ശ്വാസം മുട്ടി എന്ന് പറയുമ്പോൾ നമുക്കാർക്കും ശ്വാസം മുട്ടില്ല. എന്നാൽ അതേസമയം മറ്റൊരാൾക്ക് ശ്വാസം മുട്ടുന്നു, ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. അതായത് ഈ നേരത്തെ പറഞ്ഞില്ലേ, ലക്ഷം വീട് കോളനി എന്നായിരുന്നല്ലോ ഇൻവേർട്ടഡ് കോളനി പറഞ്ഞില്ല, കോളനികളായിരുന്നു അത്. കോളനികൾ എന്ന വാക്കിൽ തന്നെയുള്ള ഒരു അധികാരം ഇന്നിപ്പോൾ തമിഴ്നാട് സർക്കാർ മാറ്റിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മാതൃക പിന്നെ ഇന്ന് നമ്മൾ ഉന്നതി എന്നാണ് വിളിക്കുന്നത്. ഒരു പേരുമാറ്റത്തിലുണ്ട്, ആ പേരു വിളിക്കലിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് എപ്പോഴും ഈ കറുത്ത നിറമുള്ള മനുഷ്യരെ നോക്കി, ലക്ഷം വീട് കോളനികളിൽ താമസിക്കുന്ന മനുഷ്യരെ നോക്കി ഒക്കെ നമ്മൾ കുട്ടികളെ ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയാറുണ്ട്, നീ നന്നായി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മോനെ നിന്നെ അവിടെ നിന്ന് വരുന്ന അമ്മാവൻ പിടിച്ചുകൊണ്ട് പോകും. ഇല്ലെങ്കിൽ പാടത്ത് പണിക്ക് വരുന്ന കറുത്ത നിറമുള്ള ഒരാളെ നോക്കി പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ഇല്ലെങ്കിൽ പോലീസുകാരെ നോക്കി പറയും, ഈ ഏമാൻ അല്ലെങ്കിൽ ഇയാൾ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. അതായത് പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ്? വയലൻസിനെ പ്രതിനിധാനം ചെയ്യുന്നൊരു വിഭാഗമായി ചിത്രീകരിക്കുകയും അങ്ങനെ വർണ്ണവിദ്വേഷം നമ്മളുടെ പൊതുജീവിതത്തിൽ ഇഴചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് തിരിച്ചറിയാനേ പറ്റുന്നില്ല. നമ്മൾ ആഴത്തിൽ എങ്ങനെയാണോ മത്സ്യം, ജീൻ ബുദ്ധില്ലാതൊക്കെ പറയുന്നത് പോലെ എങ്ങനെയാണോ മത്സ്യം ഒരു വെള്ളത്തിൽ കഴിയുന്നത് എന്നതുപോലെ ആ സവർണബോധത്തിനുള്ളിൽ കഴിയുന്ന നമുക്ക് വേടന്റെ വരികളുടെ അർത്ഥമറിയില്ല. ബന്ദാഷ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ തെറി പറയേണ്ടി വരും, പറഞ്ഞത് കേൾപ്പിക്കേണ്ട രീതിയിൽ പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെയാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് വേടൻ ഉപയോഗിക്കുന്ന കവിതയിൽ ആ ഒരു തെറി കടന്നു വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത കാലത്ത് ഇറങ്ങിയ ഈ പറയുന്ന ഇടതുബോധ്യമുള്ള ഈ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള ഒന്നാന്തരം കവിതകളായിരുന്നു വേടന്റെ രചനകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വരികളിൽ തന്നെയുണ്ട് ആ ഉയിർപ്പിന്റെ, പോരാട്ടത്തിന്റെ, റാപ്പ് സംഗീതത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിനെ ഭയക്കുന്നവർ ഉദ്യോഗസ്ഥ തലങ്ങളിലുണ്ട്. ഞാൻ പൂർണ്ണമായും സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഉദ്യോഗസ്ഥ തലങ്ങളിലുണ്ട്. ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ആളുകളാണ് ആദ്യഘട്ടത്തിൽ കോടതിയിൽ പോയി തെളിയിച്ചാൽ പോരെ എന്ന് പറയുന്നത്. കോടതി എന്ന് പറയുന്ന സംവിധാനവും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അത് ആരുടെ താല്പര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് ഞാൻ പറയേണ്ടതുണ്ടോ? ഏത് പൊതുബോധത്തെയാണ് നമ്മളെല്ലാവരും പിൻപറ്റുന്നത്, ഈ സിസ്റ്റം പിൻപറ്റുന്നത് എന്ന് പറയേണ്ടതുണ്ടോ? മാറ്റങ്ങൾ ഉണ്ടാവുന്നതും വിമത ശബ്ദങ്ങൾ ഉണ്ടാവുന്നതും ഇതേപോലെയുള്ള സംഗീതങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്. ആ സംഗീതത്തെ വളരെ പോപ്പുലറാക്കുകയും ആ പോപ്പുലറാക്കിയ സംഗീതത്തിൻ്റെ രാഷ്ട്രീയം ഈ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ ആ രീതിയിൽ പുലിപ്പല്ലിൻ്റെ പേരിൽ 7 വർഷത്തെ തടവ് ശിക്ഷിക്കാവുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് ഈ വേട്ടയാടി പുലിപ്പല്ല് വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഈ വേടൻ ഒരുപക്ഷെ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് കോടതിയിൽ ഈ വനം വകുപ്പ് ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പറയുകയാണ്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിൽ പ്രതിഫലിക്കുന്ന ഒരു സവർണ ബോധം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ അവൻ കഞ്ചാവടിച്ച് നടക്കുന്നവനാണ്, അവനൊരു കുറ്റവാളിയാകാൻ സാധ്യതയുള്ളവനാണ്. കുട്ടൻ എന്ന പേര് കേട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന കോളനികളിൽ നിന്ന് വിത്തിൻ ഇൻവേർട്ടഡ് കോമ കടന്നു വരുന്നവരെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അസൈൻമെൻറ്റ് നോക്കുന്നതിന് മുമ്പേ മാർക്ക് നിശ്ചയിച്ചു പോകുന്ന ഒരു സവർണ ബോധം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് വേടനുമായി ബന്ധപ്പെട്ട് കേട്ട പ്രതികരണങ്ങൾ. വേടൻ എന്ന പേരിന് പകരം ഹിരൺദാസ് എന്ന പേരായിരുന്നെങ്കിൽ ഈ പൊതുസമൂഹത്തിൽ കുറച്ചാളുകളെങ്കിലും അയാൾക്കൊപ്പം നിന്നേനെ എന്നാണ് എൻ്റെ പക്ഷം. കാര്യം ഹിരൺദാസ് എന്ന പേര് കേൾക്കുന്ന സമയത്ത് അയാൾക്ക് എന്തോ ഒരു പ്രത്യേക മൂല്യം കൽപ്പിക്കുകയും വേടൻ എന്ന പേര് കേൾക്കുന്ന സമയത്ത് കഞ്ചാവടിക്കാൻ സാധ്യതയുള്ള ഒരാൾ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ തോന്നലിൽ ഒരു വരേണ്യ ബോധമുണ്ട്, അതിലൊരു സവർണ ബോധമുണ്ട് എന്നുള്ളതാണ്. അതിൽ വേടൻ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: പിന്നിലാരോ കളിച്ച് നീതി പണ്ടേ മരിച്ച് എന്നാണ് വേടൻ തൻ്റെ കവിതയിൽ പറഞ്ഞു നിർത്തുന്നത്, തൻ്റെ റാപ്പ് സംഗീതത്തിൽ പറഞ്ഞു നിർത്തുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, വേടനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരുന്ന ചില പ്രതികരണങ്ങൾ ആഴത്തിൽ പതിഞ്ഞ സവർണബോധത്തിൻ്റെ പ്രതിഫലനമാണ്. വേടൻ്റെ കേസ് എന്നുള്ളത് സാങ്കേതികമായി നിയമം ജയിക്കുകയും എന്നാൽ നീതി പരാജയപ്പെട്ടു പോവുകയോ നീതി നിഷേധിക്കപ്പെട്ടു പോവുകയോ ചെയ്തൊരു കേസായിട്ട് മാറുന്നു. ഇത്തരമൊരു സാഹചര്യം ഒരുക്കാൻ പാടില്ലായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ഈ സർക്കാരിനെ പഴികേൽപ്പിച്ചിരിക്കുന്നതുമായ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ,
അത് വനംവകുപ്പാണ്. ആ വനംവകുപ്പിൻ്റെ പെട്ടിയിലെ അവസാനത്തെ ആണി കൂടിയാണ് ഇപ്പോൾ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. പുലിപ്പല്ലിൽ പുലിവാല് പിടിച്ചു എന്നാണ് ചോദ്യം. ഞാൻ ആൻഡ്രൂയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ വനംവകുപ്പിനോടാണ് കേട്ടോ. ഈ പുലിപ്പല്ല് തിരിഞ്ഞ് അതിൻ്റെ രേഖയില്ലാതെ പുലിപ്പല്ല് എവിടെ നിന്ന് കിട്ടി എന്നത് അന്വേഷിക്കാതെ അതിൻ്റെ അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ വേടനെ കസ്റ്റഡിയിലെടുത്തത്. വനംവകുപ്പ് അത്യാവശ്യമായി പോകേണ്ട ഒരു സ്ഥലമുണ്ട്. വനംവകുപ്പ് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലുള്ള കളക്ടറേറ്റിലേക്കൊന്ന് പോകണം. കളക്ടറേറ്റിൽ കളക്ടറുടെ ചേംബറിന് തൊട്ടു പിന്നാലെ 2 വലിയ ആനക്കൊമ്പുകൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നതായി കാണാം. ഈ ആനക്കൊമ്പുകൾ കളക്ടറേറ്റിൽ എവിടെ നിന്ന് കിട്ടി എന്നതാണ് ചോദ്യം. സ്വാഭാവികമായും വയനാട് പോലൊരു സ്ഥലത്ത് ആനക്കൊമ്പുമായിട്ടൊരു കളക്ടറേറ്റ് ഓഫീസിൽ കളക്ടർ അതിൻ്റെ താഴെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കളക്ടറല്ല, കളക്ടർമാർ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ആനക്കൊമ്പ് വ്യാജമാവാൻ സാധ്യതയില്ലല്ലോ. ആ ആനക്കൊമ്പ് ഒന്നുകിലൊരു നാട്ടാനയുടേതാവണം. നാട്ടാനയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊമ്പ് ഈ പറയുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന് കിട്ടാനുള്ള സാധ്യത വിരളമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് വനം വകുപ്പിൽ നിന്ന് കിട്ടിയതാവണം. അതിനുള്ള രേഖകളുണ്ടോ എന്ന് വനം വകുപ്പിനോട് വിവരാവകാശ പ്രകാരം ചോദിച്ചു. അതിന് കിട്ടിയ മറുപടി ഞാനൊന്ന് വായിക്കാം. വനം വകുപ്പ് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നു തന്നെ അടിയന്തരമായി ഈ രേഖകളൊന്നുമില്ലാത്ത ഒരു വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട കാട്ടാനയുടെ ആനക്കൊമ്പാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടുത്തെ ഓരോ പൗരന്മാർക്കും സംശയമുണ്ട്. വയനാട് കളക്ടറേറ്റിലിരിക്കുന്ന ആനക്കൊമ്പിൻ്റെ നിജസ്ഥിതി വനം വകുപ്പ് പരിശോധിക്കണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിവരാവകാശ നിയമപ്രകാരമായിട്ടുള്ള മറുപടിയാണ്. വയനാട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആനക്കൊമ്പുകളുടെ പ്രദർശനാനുമതിയുമായി ബന്ധപ്പെട്ട് യാതൊരു രേഖയും ഈ ഓഫീസിൽ ലഭ്യമല്ല എന്നുള്ള വിവരം അറിയിക്കുന്നു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. രേഖയില്ലാതെ ഒരു ആനക്കൊമ്പ് സർക്കാർ സ്ഥാപനത്തിൽ സൂക്ഷിക്കാൻ എന്തധികാരമാണുള്ളത് എന്നത് വനം വകുപ്പ് വ്യക്തമാക്കണം. അതല്ലെങ്കിൽ വനം വകുപ്പ് അതിനെതിരെ നടപടിയെടുക്കണം. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വേടനെ എങ്ങനെയാണോ കൊണ്ടുപോയത് അതേപോലെ തന്നെ വനം വകുപ്പിൽ കൊണ്ടുപോകണം, റേഞ്ച് ഓഫീസിൽ കൊണ്ടുപോകണം, കോടതിയുടെ മുമ്പിൽ നിർത്തണം. കാരണം വന്യജീവി സംരക്ഷണ നിയമം കളക്ടറുടെ ഓഫീസിനൊന്നും വേടൻ്റെ ഫ്ലാറ്റിനൊന്നും ആകാൻ പാടില്ല. ഇതാണ് എൻ്റെ ടേക്ക്. ഞാൻ ആൻഡ്രോ ഗസ്റ്റിലേക്ക് വന്നാൽ പുലിവാല് പിടിച്ചോ സർക്കാർ? 100% പുലി പിടിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് കേരളത്തിൽ ഇപ്പോൾ ആരാണ് വേട്ടയാടുന്നതെന്നറിയോ? ഇന്ന് വനം വകുപ്പാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മലയോര മേഖലയിലുള്ള ജനങ്ങളെ മുഴുവൻ വേട്ടയാടുന്ന വനം വകുപ്പാണ്. അവിടുത്തെ മൃഗങ്ങളെ അഴിച്ചുവിട്ടേക്കാണല്ലോ. നമ്മൾ സാധാരണ പുലിനെയൊക്കെ അഴിച്ചുവിട്ടു, പട്ടികളെയൊക്കെ അഴിച്ചുവിട്ടിട്ടാണല്ലോ വേട്ടയാടുക. വേട്ടക്കാർ സാധാരണ പോകുന്നത് കുറച്ച് നായ്ക്കളെയൊക്കെ കൊണ്ടുപോകും. എന്തിനാണെന്നറിയോ? അടുത്തുള്ള മയിലുകളെയും മറ്റു സാധനങ്ങളൊക്കെ ഇത് വേട്ടയാടി പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെയാണ് കേരളത്തിലെ വനം വകുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ പുലിനെയും ആനേനെയും കടുവേനെയും ഇന്നലെ വയനാട്ടിലെ ഒരു ആദിവാസി യുവാവിനെ കരടിയാണ് പിടിച്ചത്. കരടി, മനസ്സിലായോ? അപ്പം ഇവിടെ വേട്ടയാടുന്നത് ആരാണ്? വനം വകുപ്പാണ്. ശക്തമായ രീതിയിൽ അവലംബിക്കേണ്ട ഒരു സംവിധാനമാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ വേടനെതിരെ കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പറഞ്ഞെന്നറിയോ? വേടൻ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം. വേടൻ മൃഗവേട്ട നടത്തി. ഈ എന്ത് അധികാരത്തിൻ്റെ പുറത്ത്, ഏത് തെളിവിൻ്റെ പുറത്താണ് വേടൻ മൃഗവേട്ട നടത്തി എന്നുള്ളൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറയുക? ഇവരാരെങ്കിലും കണ്ടോ മൃഗവേട്ട നടത്തുന്നത്? കണ്ടിട്ടില്ലല്ലോ. രാജ്യം വിട്ടുപോകും എന്ന് പറയുന്നതിന് എന്ത് കാരണമുള്ളത്? അതിന് കാരണം എന്താ പറഞ്ഞെന്നറിയോ? കാരണം പറയാനൊരു ഉദ്ദേശം എന്താണെന്നറിയോ? അവരുടെ അമ്മ ശ്രീലങ്കക്കാരിയാണ്. അവർ അവിടുന്ന് വന്നവരാണ്. അപ്പോൾ എന്താണ്, അവർ പുലി തമിഴ് പുലികളുടെ ഭാഗമായി എന്നൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി അങ്ങനെയും ചില കാര്യങ്ങളുണ്ടെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പൈസ പറയുന്നത് അങ്ങനെയും ചില കാര്യങ്ങൾ, ഈ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ആരെ ഏർപ്പെടാക്കിയിരിക്കുന്നത്? ഈ തമിഴ് പുലികൾ എന്ന് പറയുന്ന പുലികളാണോ? അതെ, ഒരു വിവരവും ഒരു ബോധവും ഇല്ലാത്ത ആൾക്കാർ മാത്രമേ ഇരിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഒരു വളരെ താഴ്ന്ന വിഭാഗത്തിൽ നിന്നും ഒരാൾ ഉയർത്തു വരിക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഇമ്പോസിബിളാണ്. ഞാൻ പറയുന്നത് നമ്മളിപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ തോട്ടത്തിലെ പണിക്ക് ഒരു നായരെ വിളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു നായരെ തോട്ടത്തിൽ പണിക്ക് വിളിക്കുമോ? ഒരു നമ്പൂതിരീനെ തോട്ടത്തിൽ പണിക്ക് വിളിക്കുമോ? ഒരു ക്രിസ്ത്യാനീനെ തോട്ടത്തിൽ പണിക്ക് വിളിക്കുമോ? വിളിക്കില്ല. നിങ്ങൾ ആരെയും വിളിക്കുക? നിങ്ങൾ ആദിവാസീനെയും പട്ടിക വിഭാഗത്തിൽപ്പെട്ടവനെയും അല്ലെങ്കിൽ ജാതിയിൽ താഴ്ന്നവനെ മാത്രമേ ഉള്ളൂ. ഇന്നും കേരളത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും ഇതിനെ നടക്കുന്നത് അല്ലേ? നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റ് സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് ഏതെങ്കിലും പട്ടികജാതി വർഗ്ഗക്കാരനെയോ അടിച്ചമർത്തപ്പെട്ടവനെയോ താഴ്ന്ന ജാതിക്കാരനെയോ കുറിച്ച് അപ്പോയിൻറ്റ് ചെയ്യുമോ? സർക്കാരിൻ്റെ ഏതെങ്കിലും സംവിധാനത്തിൽ അപ്പോയിൻറ്റ് ചെയ്യുമോ? നിങ്ങൾ നോക്കിക്കോളൂ. മന്ത്രിമാരുടെ ഓഫീസ് തുടങ്ങി താഴേക്ക് നോക്കിക്കോളൂ. എവിടെയെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യുമോ? ഒന്നും ചെയ്യില്ല. അവിടെ അടിച്ചു തളിക്കാനും അടിച്ചു വാരാനും ഫയൽ കൊണ്ടു കൊടുക്കാനും ഉപയോഗിക്കുക.
കേരളത്തിലെ എയ്ഡഡ് കോളേജിലെ അധ്യാപകരുടെ നിയമനം നോക്കിയാൽ മതി. അതാണ് ഞാൻ പറയുന്നത്. വളരെ കാരണം ഇത് കേരളത്തിൽ ഇമ്പോസിബിളാണ്. ആ സ്ഥലത്താണ് ഒരു സാധാരണ സ്മൃതിയോടെ നേരത്തെ പറഞ്ഞതുപോലെ അവനോട് ചോദിക്കുകയാണ്, പിന്നെ നിങ്ങളെ അച്ഛനോ അമ്മയൊക്കെ ശാസിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ അമ്മേനെ പണി എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് പണിക്ക് പോയി ഞങ്ങളെ ശാസിക്കാൻ അവർക്ക് നേരമില്ല. ഞങ്ങളെ ശാസിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ്. ഞാൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വന്നാൽ എൻ്റെ കുടുംബം പുലർത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു വ്യക്തി വളരെ ചെറുപ്പത്തിൽ നമുക്കിപ്പോൾ നിസാർ നേരത്തെ പറഞ്ഞ പയ്യെന്ന് വിളിക്കാവുന്ന രീതിയിലേക്കുള്ള വലിപ്പത്തെത്തിയപ്പോഴത്തേക്കും ഇത്രയും ആരാധകരെ ഈ പറയുന്ന സവർണരും പിന്നെ മുതിർന്ന ജാതിക്കാരുമുള്ള കേരളത്തിൽ ഇത്രയും ആരാധകരെ പിടിച്ചു പറ്റാൻ ഈ പറഞ്ഞ വേടന് കഴിച്ചിട്ട് അത് ചില്ലറ കാര്യമാണോ? അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം എന്താ അറിയോ, ഇന്നലത്തെ വിഷ്വൽസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അറിയോ, ഒരു പോലീസുകാരൻ കയ്യിൽ പിടിച്ചിരിക്കുന്നു, ഒരു പോലീസുകാരൻ കോളറിൽ പിടിച്ചിരിക്കുന്നു, തള്ളിക്കൊണ്ട് പോവാണ്. എങ്ങോട്ടാണ് അവർ ഈ തള്ളിക്കൊണ്ട് പോകുന്നത്? ഞാൻ പറയുന്നത് ഇത് എന്താണിത്? ഇത് ഒരു ലോകത്തെവിടെയും ഇല്ലാത്ത സംവിധാനമാണ് കേരളത്തിലെ പോലീസിലും പിന്നെ ഫോറസ്റ്റിലും. ഇതേ കാര്യം സുരേഷ് ഗോപി ആണെങ്കിൽ നിങ്ങൾക്ക് സുരേഷ് ഗോപി പോകാൻ പറ്റും. സുരേഷ് ഗോപി എന്നുള്ളതല്ല, മകനാണെങ്കിൽ ഇതേപോലെ പ്രതിഭ MLA മകൻ അരുൺ സാറേ, നിങ്ങളെ കൊണ്ട് ഒരു വിദ്യാഭ്യാസമുള്ള ഒരു കാണാൻ കൊള്ളാവുന്ന വൃത്തിയുള്ള വെളുത്ത ഒരാളെ തൊടാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ സിനിമാ നടന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടോ അവരെ കോളറിൽ കുത്തിപ്പിടിച്ചും കയ്യിൽ പിടിച്ചോടൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടോ? ചുറ്റും നടക്കുകയാണ് ചെയ്യുന്നത്. നടന്നോ എന്ന് പറഞ്ഞിട്ട് എന്ത് അധികാരത്തിൻ്റെ പുറത്താണ്? എങ്ങനെയാണ് ഇവർക്ക് ഈ ധൈര്യം വരുന്നത്? ഇവർക്ക് ഈ ധൈര്യം വരുന്നത് ഒറ്റ കാരണം കൊണ്ടാണെന്ന് പറയുക, ഇവൻ തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ബോധ്യം കാരണം. വേടൻ്റെ പുറയിൽ ഈ സാധാരണക്കാരനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ അച്ഛനെയോ അമ്മേനെയോ നിങ്ങൾ കണ്ടില്ല ആ സ്റ്റേഷൻ്റെ അകത്ത്, കണ്ടില്ല. എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്? ഇന്ന് വേടൻ പറഞ്ഞ വേറെ എന്നെ വിഷമിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, വീട്ടിൽ തെളിവെടുത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് അവരോട് ചോദിക്കരുത്, അവർ പാവങ്ങളാണ്. കാരണം അവൻ്റെ മാനസികാവസ്ഥ ആലോചിക്കണം. കാരണം അവൻ്റെ വീട്ടിലിരിക്കുന്ന അവൻ്റെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ പാവങ്ങളാണ്. അവർക്ക് നിങ്ങളോട് മറുപടി പറയാനുള്ള ശേഷിയില്ല എന്നുള്ളത് കേരളത്തിലെ ഒരു സാധാരണക്കാരായ പാവപ്പെട്ട പയ്യൻ പറഞ്ഞിട്ട് പോകുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമില്ലാത്ത മന്ത്രിയാണ് മന്ത്രിസഭയിലിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് അതേപോലെ കോടതി പോയി തെളിയിച്ചോളാൻ. ഇദ്ദേഹത്തിന് പറ്റുമായിരിക്കും കോടതി പോയി തെളിയിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ഒരു പാവപ്പെട്ടവന് പറ്റില്ല. അവൻ സുപ്രീം കോടതി കണ്ടിട്ടില്ല, അവൻ ഹൈക്കോടതി കണ്ടിട്ടില്ല, അവൻ ജില്ലാ കോടതി കണ്ടിട്ടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വക്കീലിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബോധ്യമില്ല. ഇതാണ് കേരളത്തിലെ ഫോറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മലയോര മേഖലകളിലും മറ്റു സംവിധാനങ്ങളിലും ഫോറസ്റ്റ് കേസുകളിൽ അകപ്പെട്ടു പോകുന്ന പാവങ്ങൾ അനുഭവിക്കുന്ന വിഷമം കേരളത്തിലെ ഈ പറയുന്ന മന്ത്രിക്കോ മനസ്സിലാകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ വേട്ടയാടൽ നടത്തുന്നത് ഈ ഇപ്പോൾ പറയുന്നത് വനം വകുപ്പാണെന്നുള്ളതാണ്. പാവങ്ങളെയാണ് വേട്ടയാടപ്പെടുന്നത്. നിങ്ങൾ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു വലിയ നേതാവിനെ പിന്നെ കേസ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. നിങ്ങൾ ഈ പറഞ്ഞ അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ പറഞ്ഞ NDPS ആക്ടിൻ്റെ അകത്ത് 1.5 ഗ്രാം കഞ്ചാവിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ജാമ്യത്തിൽ ഇറങ്ങി പോകുമ്പോൾ എന്നൊന്ന് നോക്കുമ്പോൾ ഇവനെ ജാമ്യമില്ലാ കേസിൽ കൊടുക്കാൻ പറ്റുന്ന സംവിധാനം അന്വേഷിക്കുന്ന വീട്ടിലേക്ക് അന്വേഷിക്കുകയാണ് ഇവനെ ഏതിൽ പെടുത്താം. അപ്പോൾ അവളെ കാണുന്നത് ആ ഒരു മഴുവാണ്. അപ്പോൾ പറയുകയാണ് ഇതെന്താ അത് കൊടൂരമായ സംവിധാനത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ആയുധമാണെന്ന് ആയുധം പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലൊന്ന് പോയി തപ്പിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് മാരകായുധമാണെന്ന് പറഞ്ഞ് കേസെടുക്കാൻ തുടങ്ങിയാൽ എന്താ? അത് എടുക്കാതിരുന്നതെന്ന് പറയുന്നത് എടുക്കാതിരിക്കാൻ പേടിച്ചിട്ടല്ല, എടുത്തേനെ. പക്ഷേ എന്താണ്, അതും ഓൺലൈനിൽ വാങ്ങിയതാണെന്ന് ഇവർക്ക് തെളിഞ്ഞു പോയി. വളരെ സാധാരണമായി ഈ ഷോയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ വാങ്ങിയ സംവിധാനമാണെന്ന് തെളിഞ്ഞു പോയതുകൊണ്ട് അതിൻ്റെ പേരിൽ കേസെടുത്തില്ല. അപ്പോഴാണ് ഫോറസ്റ്റുകാരെ കൊണ്ട് എന്നിട്ട് എന്താണ് 2 ദിവസം കസ്റ്റഡി. ഇന്ന് ഞാൻ കേരളത്തിലെ നീതി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത്, നീതി ഇല്ലാതായിട്ടില്ല എന്ന് പറയുന്നതിനും കാരണം കേരളത്തിലെ കോടതിക്ക് അത് മനസ്സിലായി എന്നുള്ളതുകൊണ്ടാണ്. ഇന്നത്തെ കോടതി എന്നാലും തിരിഞ്ഞു പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഈ പാവപ്പെട്ട പയ്യൻ ഇന്ന് ജയിലിലാണ് അല്ലേ? എന്ത് കാരണം പറഞ്ഞ് ജയിലിൽ പോകും? ഒറ്റ കാരണമേ ഉണ്ടാവുള്ളൂ, അത് ബ്രാൻഡായി പോയി. കേരളത്തിൽ ഏറ്റവും ഇപ്പം സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലല്ല മൊത്തം സമൂഹത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാരണത്തിൽ ഒരാളുടെ പേരിൽ ഒരു ബ്രാൻഡ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റില്ല. ഒരാളെ ഏറ്റവും സംവിധാനം നടക്കുന്നതാണ്, നിങ്ങൾ ഒരാളെ തകർക്കണം എന്ന് തീരുമാനിച്ചാൽ അവന് ഏതെങ്കിലും കേസിൻ്റെ അകത്തൊരു ബ്രാൻഡാക്കി കഴിയും. ബ്രാൻഡാക്കിയുള്ള ഇന്നലത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്. അവിടുത്തെ സ്റ്റോറേജ് എന്ന് പറയുന്നത് നിങ്ങൾ 50 വർഷമോ 75 വർഷമോ 100 വർഷം കഴിഞ്ഞാൽ ഇത് മാറുന്നില്ല. കാരണം ഇതാ വേടൻ പുലിനഖവുമായി അറസ്റ്റിൽ എന്ന് പറയുന്ന സാധനം സോഷ്യൽ മീഡിയയിൽ കിടക്കും. യൂട്യൂബിൽ വേടെന്ന് സെർച്ച് ചെയ്താൽ വരാൻ പോകുന്നത് ഈ സംവിധാനമാണ്. അതോടുകൂടിയിട്ട് ഇവനെ അറിയാത്ത ആൾക്കാരും മറ്റുള്ള സംവിധാനങ്ങളും വന്ന് ഇത് വേടൻ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ മാത്രം പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരാളല്ലല്ലോ.
ഇദ്ദേഹം തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഒക്കെ പോയി പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളല്ലേ. ഈ അവതരിപ്പിച്ച സ്ഥലങ്ങളിലെല്ലാം ഈ വേടൻ്റെ കഴുത്തിൽ ഈ മാലയുണ്ട് എന്നുള്ളതാണ്. അപ്പോഴൊന്നും ഇവർ കണ്ടില്ല, ഈ പോലീസും കണ്ടില്ല, ഈ ഫോറസ്റ്റും കണ്ടില്ല. എങ്ങനെയാണ് കണ്ടത്? ഈ കേസിൽ കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാല കണ്ടെത്തി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നേരത്തെ പറഞ്ഞ ഒരാളെയും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് നിങ്ങൾക്കൊക്കെ എന്താണ്? നിങ്ങൾക്കിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നാളെ രാവിലെ തുടങ്ങിയിട്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ. വനം വകുപ്പിന് കേസെടുക്കണമെങ്കിൽ ഇഷ്ടംപോലെ സംവിധാനം ഉണ്ടാവും. അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ വയനാട് കളക്ടർ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ തൊട്ടുപുറകിൽ 2 ആനക്കൊമ്പാണ് ഇരിക്കുന്നത്. 2 ആനക്കൊമ്പ്. തിരിഞ്ഞു നോക്കിയാൽ മതി. എവിടുന്ന ഡോക്യുമെൻ്റ് എന്ന് ചോദിക്കാനുള്ള അധികാരം ഈ പറഞ്ഞ സംവിധാനങ്ങൾക്കില്ലേ? ചോദിക്കുമോ? എത്രയോ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചോദിക്കില്ലല്ലോ. പിന്നെ ഞാൻ ഇതിനൊക്കെ എതിരാണ്. കാരണം എന്താണെന്നറിയോ? ആനക്കൊമ്പ് മേടിച്ച് കത്തിച്ച് കളയൽ വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ. കാരണം ആനക്കൊമ്പ് ലോകമായ ലോകങ്ങളെല്ലാം ഇത്രയധികം ടെക്നോളജി വളർന്നിരിക്കുന്ന കാലത്ത് നമ്മുടെ വനം വകുപ്പ് എന്താ ചെയ്യുന്നതെന്നറിയോ? ആനക്കൊമ്പ് എല്ലാം കൂടി ശേഖരിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കത്തിച്ച് കളയും. കത്തിച്ച് കളഞ്ഞാൽ ആ പ്രശ്നം തീർന്നു, ആ പ്രശ്നം അവസാനിച്ചു. എന്ത് എളുപ്പമുള്ള പരിപാടിയാണ് അല്ലേ? വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ഇതിൻ്റെ മൂല്യം എന്താണെന്നും ഇത് വരും സമൂഹത്തിൽ ഇതൊരു എന്താണ് ഇങ്ങനെയൊരു നമ്മൾ ഇന്നത്തെ കാലത്ത് ഇത് ദിനോസറിൻ്റെയൊക്കെ പല്ല്, നട്ടല് ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ദുബായിൽ പോയിട്ട് ദുബായ് മാളിൽ ചെന്ന് നോക്കിയിട്ട് വലിയ ദിനോസറിൻ്റെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അന്നത്തെ ജനങ്ങൾ ഇതെല്ലാം കൂടി എടുത്ത് കൂട്ടി കത്തിച്ച് കളഞ്ഞിരുന്നെങ്കിലോ? കേരളത്തിലെ വനം വകുപ്പ് ചെയ്യുന്ന കാര്യം പറയുന്നത്. അപ്പോൾ എന്താണ്? അപ്പം ഏതോ വിവരമില്ലാത്ത ഒരാൾ ഇത് സംവിധാനം ഉണ്ടാക്കുക. അത് കത്തിച്ച് കളഞ്ഞാൽ പ്രശ്നമില്ല. ഇങ്ങനൊരു ഇനി എന്താണ് കേരളത്തിൽ ഇനി വനം വകുപ്പ് കിട്ടാൻ മാർഗ്ഗങ്ങളില്ല. കാരണം വന്യജീവി നിയമം അനുസരിച്ചിട്ട് ഒരു വനം വകുപ്പിലുള്ള ഒരു മൃഗത്തെ വേട്ടയാടി എന്താണ് അതിൻ്റെ പല്ലോ ഒന്നാക്കവോ അല്ലെങ്കിൽ ഒരു സംവിധാനം എടുക്കാൻ നിയമമില്ലല്ലോ. അങ്ങനെ ഇനി ഞങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനൊരു സാധനം കിട്ടില്ല. ഇപ്പോൾ ഉള്ളത് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഉള്ളത് കത്തിച്ച് കളയുക എന്നുള്ളതാണ്. എത്ര ബുദ്ധിമോശത്തോടു കൂടിയിട്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരിക്കലും ഈ പറയുന്ന പാവപ്പെട്ടവരെ വേട്ടയാടുന്ന പരിപാടി സർക്കാർ നിർത്തുക എന്നുള്ളതാണ്. ഞാൻ വേറൊരു കാര്യം പറയുന്നത് അറിയോ? ഇവർ ഉദ്യോഗസ്ഥന്മാരെ തലയിലിട്ട് ഊരുന്ന പരിപാടി ഫസ്റ്റ് നിർത്തുക. ഇതിനെയൊക്കെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സംവിധാനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങൾ ഇവരെ ആ തലപ്പത്തിരിക്കിയിരിക്കുന്നത്. ആ ആളല്ല പറയേണ്ടത് നിങ്ങൾ കോടതി പോയി തെളിയിച്ചോ എന്നുള്ളത്. അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റണം. ഇത് ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ഈ രീതിയിലാണ് ഇതിനെ അന്വേഷണം നടത്തിക്കൊണ്ട് പോകേണ്ടത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ ഈ പറയുന്ന മന്ത്രിക്ക് പറ്റണം. അല്ലാതെ എന്താണ് നിങ്ങൾ കോടതി പോയി തെളിയിച്ചോ എന്ന് പറഞ്ഞിട്ട് കോടതി എല്ലാം കൂടി എടുത്ത് ചവിറ്റിയോട്ടെല്ലാം ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നേരെ വേടനെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. ഇന്ന് ഇറങ്ങിയിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? വേടനെ സപ്പോർട്ട് ചെയ്യുക വനം വകുപ്പ് മന്ത്രി. ഏത് കേസിലാണ്? വനം വകുപ്പ് മന്ത്രിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുലിപ്പല്ലി പിടിച്ച കേസിന് വനം വകുപ്പ് സപ്പോർട്ട് ചെയ്യാൻ വന്നേക്കാണ്. ഇത് നേരത്തെ അല്ലേ ചെയ്യേണ്ടത്? ഈ ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്യുന്നതിന് മുന്നേ അല്ലേ ചെയ്യേണ്ടത്? ഇന്ന് ആ കേസിനകത്ത് വേടനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ പറയുന്നില്ല വനം വകുപ്പ് സപ്പോർട്ട് ചെയ്ത് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വന്നത്? വേടനെ കോടതി പുറത്തിറക്കി വിട്ടു. കോടതി പുറത്തിറക്കി വിട്ടാൽ വേടൻ്റെ നാക്കിൽ നിന്ന് വരുന്നത് എന്താണ്? വാക്ക് എന്ന് പറയുന്നത് മൂർച്ചയുള്ള വാക്കുകളായിരിക്കും എന്നുള്ളത് മനസ്സിലായി. വേടൻ പറഞ്ഞ ഒറ്റ കാറ്റിൽ ഞാൻ അവസാനിപ്പിക്കാം. എന്താ പറഞ്ഞത്? എന്താണ്? ഞാൻ ഇത് ചെയ്യില്ല, ഇനി ചെയ്യാതെ ശ്രദ്ധിക്കാം എന്നുള്ളത്. ഞാൻ തിരുത്താൻ നോക്കാമെന്നുള്ളത് 2 വാക്ക് മതി. കാരണം എന്താ? ആ വാക്കിന് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി സർക്കാർ ഇനിയെങ്കിലും ഇതുപോലെയുള്ള ഞാൻ അരുൺ സാർ നേരത്തെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം. എന്താണ്? ഇതെല്ലാം ഈ സർക്കാരിന് വരുത്തി വയ്ക്കുന്ന വീഴ്ച വലുതാണ്. ഇത് ഏത് വകുപ്പിൻ്റെ കയ്യിൽ നിന്നും? ഒറ്റ ഒരു വകുപ്പിൻ്റെ കയ്യിൽ നിന്നാണ്. അത് വനം വകുപ്പാണ്. അത് ഇന്നും സർക്കാർ മനസ്സിലാകുന്നില്ല. ഏതോ ശക്തിയുടെ പേരിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ആ ശക്തി ഇനിയും പോയാൽ വലിയ കുഴിയിൽ വീഴുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സർക്കാർ പുലിവാല് പിടിച്ചു എന്ന ചോദ്യത്തിന് 4 പേർക്കും ഏക അഭിപ്രായമാണ്. വനം വകുപ്പിനെ കൊണ്ട് സർക്കാരിന് പുലിവാല് പിടിച്ചു. Meet the editors.